ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയുടെയും അനാമികയുടെയും സംസാരം ഇങ്ങനെ ദേവയാനി നിന്ന് കേൾക്കണം കേട്ടോ. അങ്ങനെ അനാമിക പറയാണ്, ഒരു ഫംഗ്ഷന് ആരെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞു, അവരെ തന്നെ കൊണ്ടുവരുന്നു. എന്നാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവാത്ത അവളൊരുത്തി കാരണമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ വീട്ടിലെ കാരണന്മാരുടെ വാക്കാണ് ഏറ്റവും വിലമതിക്കേണ്ടത്. കാരണം അവരുടെ വാക്കുകൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാം കണക്കാണ്. കാരണന്മാരും നന്ന്, ബാക്കിയുള്ളവും നന്ന്, മുത്തശ്ശിയും ഒക്കെ അവൾക്കാണ് ഒപ്പം. എന്നാൽ നിന്റെ വല്യമ്മയും നിന്റെ അമ്മയും മാത്രമാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഇപ്പം അവരെയും അവളുടെ വശത്താക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ദേവയാനി അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം അനാമിക വീണ്ടും തുടരാണ്. അതിനെങ്ങനെ നമുക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം തുടരണമെന്നുണ്ടെങ്കിൽ നീ അവളുമായുള്ള കൂട്ടുകെട്ട് വേണ്ടെന്ന് വെക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ അനാമികയുടെ ആ വാക്കുകൾ എനിക്കത്ര ഇഷ്ടപ്പെടില്ല കേട്ടോ. അങ്ങനെ അനി പറയണേ, അതിന് നീ മനസ്സ് വെക്കണം. നിനക്ക് നല്ലൊരു മനസ്സില്ലല്ലോ, നല്ലപോലെ ഒന്നും സംസാരിക്കുക പോലും ഇല്ലല്ലോ, അതിന് നീ അവളുടെ പിറകല്ലേ നടക്കുന്നത്, പിന്നെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്കങ്ങനെ നല്ലൊരു ദാമ്പത്യ ജീവിതം വേണമെന്നില്ല. എന്തായാലും എന്നെ പറ്റിയില്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോവാം എന്നൊക്കെ ഇങ്ങനെ അനി പറയണം കേട്ടോ. പിന്നീടാണെങ്കിൽ ദേവയാനിയാണ് കാണിക്കുന്നത്. നയന പിടിച്ചിങ്ങനെ ആദർശ് വരുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ദേവേനെ മനസ്സ് ചിന്തിക്കുകയാണ്, ഈശ്വര ഇനിയിപ്പോൾ ഇവരിപ്പോൾ അവളെ വീട്ടിലോട്ട് കൊണ്ടുപോകും, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യും, എന്തായാലും അത് തടയണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഉടൻ തന്നെ കനകൻ നയനയുടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കണം, മോളെ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മയെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണ്ട. ഇതേ സമയം കുറച്ച് ദിവസം എൻ്റെ മോള് വീട്ടിലോട്ട് വന്ന് നിൽക്കുന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ ആദർശ് പറയണം, ആ നയന നീ പോയിക്കോ വീട്ടിലോട്ട് കുറച്ച് ദിവസം നിൽക്കുകയെന്ന് പറയട്ടോ. ഈ സമയം അവിടെ ദേവേരി പെട്ടെന്ന് കയറി ഇടപെടുകയാണ്. അത് വേണ്ട, അവൾ പോകുന്നു വേണ്ട, അവൾ പോയി കഴിഞ്ഞാൽ എൻ്റെ മകന് രാത്രികളിൽ ഉറക്കം കിട്ടില്ല എന്ന് പറയട്ടെ. അപ്പോൾ അത് കേട്ടോടെ തന്നെ ആദർശ് പറയണം, അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല അമ്മ, കുറച്ച് ദിവസം നിൽക്കാൻ പോയതുകൊണ്ട് എനിക്ക് ഉറക്കം കിട്ടായൊന്നുമില്ല, അവൾക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ സന്തോഷം അവിടെ നിൽക്കുമ്പോൾ കിട്ടുമെങ്കിൽ അവൾ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, നീ അങ്ങനെ പറയെങ്കിലും നിനക്ക് ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ മകൻ വേദനിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല, അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അവളില്ലാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ നവ്യ കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യയെ കാണുമ്പോൾ കനകൻ ചോദിക്കുകയാണ്, മോളെ എങ്ങനെയുണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, മോൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് കഴിക്കണം തോന്നുകയാണെങ്കിൽ ഈ നമുക്കൊന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ ഗോവിന്ദേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് പറയുമ്പോൾ ദേവയാനി പറയണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ ഇഷ്ടം പോലെ ആളുണ്ട്, അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്നിങ്ങനെ പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശിയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയണേ, എന്തായാലും 5-ാം മാസ ചടങ്ങ് നല്ല രീതിയിൽ നടത്തണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ അതിപ്പോൾ അവനാകെ കുളമാക്കിയെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ, ആ ശരിയാണ്, അവൻ കുളമാക്കിയതാണോ അതോ മനഃപൂർവ്വം കാട്ടിക്കൂട്ടുന്നതൊന്നും പറയാൻ പറ്റില്ല, ഇനിയിപ്പോൾ അവൻ്റെ ദേഹത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നും പറയാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയണം, എന്നാൽ അവൻ്റെ ദേഹത്ത് തടിപ്പുണ്ടെന്ന് നോക്കണം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നവ്യ ചെയ്തത് നല്ല കാര്യമാണ്. നവ്യ അവളുടെ അമ്മായിമ്മ അവൾക്ക് കുടിക്കാൻ കൊടുത്ത ജ്യൂസ് അത് നിർബന്ധിച്ച് കുടിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നവ്യ ബുദ്ധിയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ നവ്യ എന്ത് ചെയ്തു, ആ ജ്യൂസ് എടുത്തിട്ട് ഈ പറയുന്ന അബിക്ക് കൊടുത്തത് കൊണ്ട് തന്നെ അങ്ങനെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ബലമായി ഉറപ്പിക്കുക തന്നെ വേണമെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് വേണം. എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ ചെറിയ മരുമകളുണ്ടല്ലോ, ഇതേപോലെ ഗണത്തിൽപ്പെട്ടതാണ്, ഈ ജലജക്കൊപ്പം നിർത്താൻ പറ്റിയ സാധനമാണ് ഈ ചെറിയ മരുമകൾ അനാമിക എന്ന് പറയട്ടെ. അപ്പോൾ ഇതേ സമയം ഇതുകൊണ്ടാടോ ഞാനിപ്പോൾ അസുഖം പൂർണ്ണമായി മാറിയിട്ടും ആരോടും എൻ്റെ അസുഖം മാറി എന്ന് വെളിപ്പെടുത്തണ്ട എന്ന് പറയുന്നത്. ഈ വീട്ടിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്, ആ പൊരുത്തക്കേടുകൾ തീർത്തതിന് ശേഷമാണ് എൻ്റെ അസുഖം മാറി എന്നുള്ളത് എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ പലവർക്കും ഞാൻ മരിച്ചെങ്കിൽ എന്നൊരു ചിന്താഗതി വന്നു തുടങ്ങിയിട്ടുണ്ട്. കിളവനും കിളവിയൊക്കെ ഒന്ന് ചത്തെങ്കിൽ, കാരണം ഈ പറയുന്ന നയനയും നവ്യയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെ പറയട്ടോ. ഇതേസമയം ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനിയുടെ അടുത്തോട്ട് പരാതിയുമായിട്ട് ഇങ്ങനെ ജാനകിയും ജലജയും വരുമെന്ന് പ്രതീക്ഷ ദേവയാനിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അവരുടെ ആ വരവ് കാണുമ്പോൾ തന്നെ ദേവയാനി പറയണേ, എൻ്റെ സാരി എങ്ങനെയുണ്ട്, എൻ്റെ സാരി സൂപ്പറാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഏട്ടത്തി അസുഖം മാറി വന്നതിന് ശേഷം ഏട്ടത്തി സാരി സ്വർണ്ണമൊക്കെ നോക്കി നടക്കുകയാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആ തീർച്ചയായും അത് വേണ്ടേ, കാരണം എന്ന് പറയുമ്പോഴേക്കും ജലജ വീണ്ടും പറയണേ, അസുഖം മാറിയെന്ന് കരുതി ഏട്ടത്തിക്ക് പ്രായമൊന്നും ആയിട്ടില്ല, ഏട്ടത്തി ഡെലിവറി മാറ്റി വെച്ചിട്ടുള്ളൂ, ഏട്ടത്തി അന്നും ഇന്നും ഒരുപോലെയൊക്കെ തന്നെയാണ് എന്ന് പറയട്ടോ. എന്നിട്ട് ജാനകി തുടരുകയാണ്, എല്ലാ ഏട്ടത്തി ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇപ്പോൾ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞത് കേട്ടില്ലേ, ഇപ്പോൾ നവ്യയെ പോലെ തന്നെ ഈ ഒരു കുഞ്ഞ് അവളിലും വേണമെന്ന് ഈ അഭിപ്രായം ഏട്ടത്തിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്കും ഉണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി ഇവർ രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം വീണ്ടും
ഇങ്ങനെ തുറിച്ച് നോക്കുന്നത് കാണുമ്പോൾ എനിക്കുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം. ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് അവളോടുള്ള ഇഷ്ടം കൊണ്ടല്ല, പക്ഷെ എൻ്റെ മകനോടുള്ള ഇഷ്ടമാണ്. എൻ്റെ മകൻ അമ്മക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവനെ ഞാൻ കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ എന്നെ വെറുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാർദ്ധക്യ കാലത്ത് എനിക്ക് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം അവനൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അത്ര വലിയ സുഖിക്കില്ല ഈ പറയുന്ന ജലജക്കും ജാനകിക്കും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ലാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന അർത്ഥത്തിൽ അവിടെ നിന്നും പോകുന്നു. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ജലജയാണ് കാണിക്കുന്നത്. ജലജ അബിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അബി, നിൻ്റെ ചൊറിച്ചിൽ എങ്ങനെയുണ്ട്, ഭേദമുണ്ടോ? അമ്മ തന്ന ഓൽമെൻറ്റ് തേച്ചിട്ട് എങ്ങനെയുണ്ട്? അമ്മ എന്തൊരു ഓൽമെൻറ്റാണ് അമ്മ എനിക്ക് തന്നത്. ഈ അമ്മയും അമ്മായിയും കൂടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള പണികൾ ഒപ്പിക്കുകയാണെങ്കിൽ എന്നോടൊന്നും പറയായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അതിനെങ്ങനെയാടാ നീ അവൾ തരുമ്പോൾ ആ ജ്യൂസ് നീ വേഗം വാങ്ങി കുടിച്ചില്ല. അപ്പോൾ അത് നവ്യ കേൾക്കാണ് കേട്ടോ. നവ്യ ആകെ കേൾക്കുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ ജ്യൂസ് നിനക്ക് വാങ്ങി കുടിക്കേണ്ടല്ലായിരുന്നു, അപ്പോൾ എന്നോട് പറയായിരുന്നില്ല നിങ്ങൾ അവൾക്കൊരു പണി കൊടുക്കുന്നുണ്ട്. എങ്ങനെ പറയാൻ കഴിയും? നിന്നോട് പണ്ട് പറഞ്ഞു തന്നെ എന്തായി തീർന്നതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അനാമിക പാലിൽ ഈ നവ്യക്ക് കുഞ്ഞിനെ കളയാൻ അവൾ വിഷം നൽകിയത് പിന്നീട് ഇവിടുത്തെ ദേവയാനി ചേച്ചിയല്ലേ കുടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആകെ ഞെട്ടി നിൽക്കാനിട്ട് നവ്യക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ അവളുടെ തലഭാഗ്യം അത് ഭയങ്കരമാണ്. അവൾമാരെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾമാരെ എങ്ങനെ തൊട്ടാലും അതൊക്കെ തിരിച്ചടിക്കുന്നത് നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്നിങ്ങനെ പറയാണ്. എന്തായാലും എപ്പോഴും ഇനിയിപ്പോൾ ഇങ്ങനെ എപ്പോഴും അവൾ രക്ഷപ്പെട്ടെന്ന് വരില്ല, യാദൃശികവശാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അനാമിക ഒന്ന് ചൂട് പിടിപ്പിക്കുകയാണ് ഇപ്പം നല്ലത്. അനാമികയെ ചൂട് പിടിപ്പിച്ച അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ഈ മാതിരി പ്രവൃത്തി ചെയ്യുന്നവരാണ്. അവരെ കൂടുതൽ ചൂട് പിടിപ്പിച്ച ഈ നവ്യക്ക് നേരെ വീണ്ടും തിരിഞ്ഞോളൂ. അതോടുകൂടി നവ്യ എന്ന മരണത്തിൻ്റെ ശല്യം കൊണ്ട് ഒഴിവായിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ അഭിചൊറിച്ചിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം നവ്യ ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യക്ക് സഹിക്കില്ല. തനിക്ക് പാലിൽ വിഷം നൽകിയത് വല്യമ്മയാണ് കുടിച്ചത്, അമ്മായിയാണ് കുടിച്ചതെന്ന് അറിയുന്ന നവ്യ നേരെ പോകുന്നത് ഈ പറയുന്ന അനാമികയുടെ അടുത്തോട്ടാണ്. എടി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എടി എന്ന് ആ വിളി കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് അനാമിക. എന്താ ഞാൻ എൻ്റെ അനിയത്തിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? എൻ്റെ അനിയത്തി ഈ വീട്ടിലോട്ട് കയറി വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. നിൻ്റെ അനിയത്തി ഇവിടെ കയറി വരുന്നത് പല തന്ത്രങ്ങളോട് കൂടിയിട്ടാണല്ലോ, എൻ്റെ ഭർത്താവിനെ കണ്ണുവെച്ചിട്ടാണല്ലോ എന്ന് പറയുമ്പോൾ കാരണക്കുറ്റി ഒന്ന് നോക്കി അങ്ങ് കൊടുക്കണിട്ടാ. നീ എന്തടി വിചാരിച്ചിരിക്കുന്നത്? എന്തിനാണ് നീ എന്നെ അടിച്ചത്? എനിക്ക് ഭ്രാന്താണോ എന്ന് ചോദിക്കുമ്പോൾ അതെടി എനിക്ക് ഭ്രാന്ത് തന്നെയാടി, നിന്നെ പോലെയുള്ളവളെ തല്ലിക്കൊല്ലാത്ത ഭ്രാന്താണ് എനിക്കെന്ന് പറയുമ്പോൾ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല, ഇത് ഞാൻ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തും. എങ്കിൽ നീ അങ്ങ് പോണേൻ്റെ മുന്നേ ഇക്കാരണം കൂടി അങ്ങ് വെളിപ്പെടുത്തിക്കോ. പണ്ട് നീ പാലിൽ വിഷം ചേർത്തത് നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ. ഇന്നിപ്പോൾ ജ്യൂസിൽ പൊടി ചേർത്തത് നീയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജ്യൂസിൽ പൊടി ചേർത്തില്ല, അപ്പോൾ പാലിൽ നീയല്ലേ വിഷം ചേർത്തത്? എന്നിട്ട് ആ പാല് വല്യമ്മയല്ലേ കുടിച്ചത്? ഇവിടുത്തെ അമ്മായിയല്ലേ കുടിച്ചത്? ഇതുകൊണ്ടല്ലടി അമ്മായി ഇങ്ങനെ ആയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ഞെട്ടി നിന്നിട്ട് അനാമിക പറയണേ, വായി തോന്നിയത് വിളിച്ച് പറയുന്നത് ഞാനൊന്നല്ല വിഷം ചേർത്തത്, ഞാനൊന്നല്ല പൊടിയിൽ ഇതൊക്കെ ചേർത്തത്. എടി ഞാൻ കേൾക്കേണ്ടവരുടെ വായിൽ നിന്ന് തന്നെ കേട്ടിട്ടാടി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. നീയും നിൻ്റെ അമ്മയും ഈ പ്രവൃത്തി ചെയ്തെന്നും അത് കുടിക്കേണ്ട ആൾ ഞാനായിരുന്നെന്നും എന്നെയും എൻ്റെ കുഞ്ഞിനെയും നശിപ്പിക്കാനാണ് നീ നോക്കിയതെന്നും, പക്ഷേ യാദൃശികവശാൽ ഈ പറയുന്ന അമ്മായി അത് കുടിച്ചത് കൊണ്ട് തന്നെ അമ്മായിക്ക് അത് സംഭവിച്ചു. എന്നാൽ എനിക്കായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ മറ്റുള്ളവരുടെ യാചനയിൽ ജീവിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എനിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാനെല്ലാം ഇത് പറഞ്ഞില്ലേ എന്ന് അനാമിക പറയുമ്പോൾ വീണ്ടും നവ്യ കരണക്കുറ്റി നോക്കി തിരിച്ചും മറിച്ചും കൊടുത്ത് സോഫയിലോട്ട് എറിഞ്ഞു. അങ്ങനെയൊക്കെ ഇട്ട് അടിക്കണം കേട്ടോ. എടി നിന്നെ ഞാൻ വെറുതെ വിടില്ലെങ്കിൽ ചെന്ന് പറയടി, നീ ഇവിടുത്തെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും അബിയുടെ മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ട്, നീ ചെന്ന് പറയടി, ധൈര്യമുണ്ടെങ്കിൽ പറയടി, ഈ ഒരു പ്രശ്നം ഞാൻ പോലീസ് കേസ് ആക്കിയില്ല, ഈ അനന്തപുരിയിൽ ആരും പോലീസ് കേസാക്കിയില്ല, പക്ഷേ ഞാനിവിടെ പോലീസ് കേസാക്കും, ഇതങ്ങനെ വെറുതെ വിടാൻ തയ്യാറല്ല. ഇതുമാത്രമല്ല സ്വർണം പോയതിനെ കുറിച്ചും ഞാൻ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തും, ഈ പോലീസിനോട് ഞാൻ അതും പറയും, അക്കൂട്ടത്തിൽ അതും കൂടി ചികഞ്ഞെടുക്കട്ടെ എന്ന് പറയുമ്പോൾ അനാമിക ആകെ പേടിക്കാനിട്ടാ. എന്താ നീ പോകുന്നില്ല, ആരോടും പരാതി പറയുന്നില്ലേ? പരാതി പറഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിന്നെയും കൂട്ടിയിട്ടടി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അനന്തപുരിയുടെ നിലം മറന്ന് ഒരിക്കലും ഞാൻ ജീവിച്ചിട്ടില്ലടി, നിന്നേക്കാൾ കൂതറയായിരുന്നു ഞാൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എൻ്റെ
ഇവരുടെയൊക്കെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് എല്ലാവരോടും സ്നേഹം തോന്നിയപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഇവരെ എല്ലാവരെയും സ്നേഹിച്ചു. അതുപോലെ മാറിയാൽ നിനക്ക് നന്നു. അതല്ല നീ എൻ്റെ ക്ഷമ പരീക്ഷിക്കുകയാണെങ്കിൽ, എൻ്റെ നെല്ലിപ്പലക തകർക്കാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ തിരിച്ചടിച്ചിരിക്കും. ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാനും ഇറങ്ങും, നീയും ഇറങ്ങും, നിന്നെ ജയിലിലാക്കിയിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ എന്ന് പറയുമ്പോൾ അനാമിക ആകെ കൂടി നിൽക്കണേ. ഇതും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോകുമ്പോൾ അനാമിക ഈശ്വര ഇത് ആരോടും വെളിപ്പെടുത്താതിരിക്കുന്നേ നല്ലത്, അതിനൊരു യൂസ് കൂടുതലാണ്, അത് പൊട്ടിത്തെറിച്ചും കൊണ്ട് എല്ലാവരോടും എല്ലതും വിളിച്ച് പറഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് തൻ്റെ കരണത്ത് ഇങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നവ്യ നേരെ പോകുന്നത് നയനയെ റൂമിലോട്ട് കൊണ്ടുവരികയാണ്. നീങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് കഥകൊക്കെ കുറ്റിയിടാണ്. എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ എടി നമ്മൾ സംശയിച്ചത് ശരി തന്നെയാണ്, അത് സത്യമായിരിക്കുന്നു. എന്ത് ചേച്ചി, ഇവിടുത്തെ അമ്മായിക്ക് വിഷം കൊടുത്തത് ആ അനാമിക തന്നെ. എന്താ ചേച്ചി പറയുന്നത്? അതെ, കേൾക്കേണ്ടവരുടെ വായിൽ നിന്ന് തന്നെ ഞാനത് കേട്ടു എന്ന് പറയട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്.